തിരുവനന്തപുരം നഗരൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ. CPM വെള്ളല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രതീഷ്, ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു എന്നിവരാണ് ആറ്റിങ്ങൽ DSP ഓഫീസിൽ കീഴടങ്ങിയത്. സംഭവത്തിൽ 9 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ആറാം വിവരങ്ങളുമായി അനന്തൻ. രതീഷും വിഷ്ണുവും കീഴടങ്ങുകയാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്, നേരിട്ട് പോയി പിടിച്ചതുമല്ല. ബാക്കി 7 പേരെവിടെ? ദിവിഷ്, നഗരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ റോഡിൽ തടഞ്ഞ അസഭ്യവർഷം ചൊരിഞ്ഞതുമായി ബന്ധപ്പെട്ട് 9 CPM DYFI പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ FIR-ൽ പറഞ്ഞിരുന്ന 2 പേരാണ് ഇപ്പോൾ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്. വെള്ളല്ലൂർ ലോക്കൽ സെക്രട്ടറി, CPM-ന്റെ ലോക്കൽ സെക്രട്ടറി രതീഷ്, ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ ആണ് ഇപ്പോൾ കീഴടങ്ങി. ആ 2 പേരാണ് കീഴടങ്ങിയിരിക്കുന്നത്. ബാക്കി ഇനി 7 പേരെ കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അവരും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇന്നലെയാണ് ഈ നഗരൂരിലെ SHO ചാർജുള്ള SI അൻസാറിനെയും പോലീസ് സംഘത്തെയും ജീപ്പിൽ പോകുമ്പോൾ കുറുകെ കാർ ഇട്ട് DYFI പ്രവർത്തകർ തടഞ്ഞിടുകയും പിന്നീട് കേട്ടാലറയ്ക്കുന്ന ഭാഷാപ്രയോഗത്തിലൂടെ അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. ആ ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ്. അതിൽ വലിയ പ്രതിഷേധമാണ് പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഉയരുന്നത്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെ രൂക്ഷമായ വിമർശനവുമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുകൊണ്ട് ജനറൽ സെക്രട്ടറി CR ബിജു തന്നെ അതിൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ശരി, ആ പ്രതികരണം ഒന്ന് കേൾക്കാം അനന്തൻ. ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. പോലീസിന്റെ മനോവീര്യം നഷ്ടപ്പെടില്ല എന്നും റവാഡ ചന്ദ്രശേഖർ പറയുന്നു. പ്രതികരണത്തിന് ശേഷമാണ് അതിലേക്ക്. പോലീസിനെതിരായിട്ടുള്ള ആക്രമണത്തിന് വളരെ ഞങ്ങൾ ഗൗരവത്തോടെ സ്വീകരിക്കുന്നതാണ് അതിനെ. വി വിൽ ടേക്ക് വെരി സ്ട്രോങ് ആക്ഷൻ and nobody will be permitted to take the law into hands. We will take absolutely strong action against anybody who is violating and trying to attack the police officers. അത് സംശയം തന്നെയില്ല. ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഞങ്ങൾ നല്ലപോലെ ആശയം നടത്തുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ മനോവീര്യം പോകാനുള്ള ഒരു സമ്മതിക്കില്ല. അറ്റ് ദ സെയിം ടൈം ആരെങ്കിലും നിയമത്തിന് അവർ കയ്യിലെടുക്കുവാണെങ്കിൽ അവർക്ക് കർശന നടപടി ഉണ്ടാവുന്നത് സംശയം തന്നെയില്ല. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ DGP പറയുന്നുണ്ട് കർശന നടപടി ഉണ്ടാകും, മനോവീര്യം നഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. അനന്തൻ, പക്ഷേ കേരള പോലീസിന്റെ മീഡിയ സെല്ലിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ സംഭവത്തിൽ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് നഗരൂർ സംഭവം 1ഉം 3ഉം പ്രതികൾ പിടിയിലെന്നാണ്. അപ്പോൾ ബാക്കി പ്രതികൾ എവിടെയെന്നൊക്കെ അടിയിലിടുന്നുണ്ട്. അതിലെ കമന്റുകൾ നോക്കിയാൽ അറിയാം ഈ സംഭവത്തിൽ പൊതുജനത്തിനുള്ള, അതിൽ എല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ല എങ്കിലും അതിലൊന്ന് ഒരാളിടുന്നത്, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ പൊടിയും തട്ടി പോകും. സാർ, നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നതാണ്, ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഏത് നിലയിൽ അയാൾക്ക് നടപടി നേരിടേണ്ടി വരുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ DYFI ആണ്, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനാ നേതാക്കളാണ്. എല്ലാ തെറിയും അധിക്ഷേപങ്ങളും ഇങ്ങനെ മിണ്ടാതെ നിന്നൊരു പോലീസുകാരനെ കേൾക്കുക. ആ പോലീസുകാരനെ കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ. അയാളൊരു മനുഷ്യനാണ്, അയാൾക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇനി കാസർഗോട്ടേക്കോ വയനാട്ടിലേക്കോ സ്ഥലം മാറ്റം അദ്ദേഹം പേടിക്കുന്നുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് പോലീസുകാരെന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് വെച്ചാൽ അവരുടെ ഗതികേട് കൂടിയാണ് എന്നുകൂടിയാണ് അർത്ഥം. ദിവിഷ്, പോലീസ് സേനയുടെ മനോവീര്യത്തെ തകർക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയും. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ചില സമയങ്ങളിൽ നിസ്സഹായരാകും. പ്രത്യേകിച്ച് ഇത്തരം അതിക്രമങ്ങൾ ഭരണപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ നേരിടേണ്ടി വരുമ്പോൾ, നമുക്കറിയാം അടുത്തിടെയാണ് തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ ഒരു പോലീസുകാരൻ സ്വകാര്യ സന്ദർശനത്തിന് വന്നപ്പോൾ വളഞ്ഞിട്ട് SFI പ്രവർത്തകർ മർദ്ദിച്ച ദൃശ്യങ്ങൾ, അതും കേരളം കണ്ടതാണ്. അത് നേരത്തെ ഉണ്ടായ ഒരു പോലീസ് കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഭവത്തിന്റെ പ്രതികാരം എന്ന നിലയ്ക്കായിരുന്നു ആ ആക്രമണം. എന്നിട്ട് ആ അടികൊണ്ട പോലീസുകാരനെതിരെ വഞ്ചൂർ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. അത് വലിയ പ്രതിഷേധം സേനയ്ക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ കേസ് നിലനിൽക്കുകയാണ്. ഇതുവരെ ആ കേസ് മാറ്റിയിട്ടുമില്ല. അപ്പോൾ അതിനിടയിലാണ് ഒരു യൂണിഫോമിൽ ഒരു കൃത്യനിർവഹണം, അതായത് ഒരു അക്രമം ഉണ്ടായ സംഭവം, ആ സംഭവത്തിൽ പ്രതികളായിട്ട് ഐഡന്റിഫൈ ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ FIR-ൽ ഉണ്ട് എന്ന്, നിങ്ങൾ പ്രതി ചേർക്കപ്പെട്ടു എന്ന് അറിയിക്കാനുള്ള നോട്ടീസുമായി പോയ ഒരു ഉദ്യോഗസ്ഥനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആ പ്രതികൾ ഉൾപ്പെടുന്ന സംഘടനയിലെ ആൾക്കാരാണ് ഇത്തരം രീതിയിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുന്ന രീതിയിൽ പെരുമാറിയത്. മാത്രമല്ല, ഇന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു ഫേസ്ബുക്കിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം നിലവിട്ട പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ അതാത് സംഘടനകളിൽ നിന്ന് തള്ളിപ്പറയണം, ആ നേതൃത്വം അതിന് തയ്യാറാവണം എന്നുള്ളൊരു ആവശ്യം കൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ നിമിഷം വരെ DYFIയുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു തള്ളിപ്പറച്ചിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റ് 7 പ്രതികളെ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു വിരോധാഭാസം. ഏതായാലും കേരളത്തിന് മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ദൃശ്യങ്ങൾ വരുമ്പോൾ അത് സർക്കാരിനും CPM-നും വലിയ പ്രതിരോധം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.